എന്തായാലും മധുസാറിന് കിട്ടിയിട്ടുള്ള അസുലഭ ഭാഗ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അതിന് യോഗ്യതയുള്ള ഒരാൾ വരട്ടെ. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മധുസാറിനെ കാണുന്നത് മലയാള സാഹിത്യത്തിലെ ഇതിഹാസങ്ങളിലെ അനശ്വരരായ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച മഹാനടൻ എന്നുള്ള നിലയ്ക്കാണ്. ചെമ്മീനിലെ പരീക്കുട്ടി, ഉമ്മാച്ചുവിലെ മായൻ തുടങ്ങി ഒത്തിരി കഥാപാത്രങ്ങൾ, ഏണിപ്പടികളിലെ കേശവൻ നായർ, ഇതൊക്കെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകൃതികളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങളായിരുന്നു. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവിസ്മരണീയമായ തരത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് അഭിനയ കലയുടെ അപാര സീമകൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്ന മഹാനടനാണ് മധുസാർ. ഈ മഹാനടൻ ജീവിക്കുന്ന നഗരത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. എവിടെ വെച്ച് കാണുമ്പോഴും പെരുമ്പിടവും സുഖമാണോ എന്ന് ചോദിക്കുന്നൊരു സ്നേഹം, വാത്സല്യം, ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം അമൂല്യമായൊരു ഭാഗ്യമാണ്. മധുസാറേ, ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് എനിക്ക് ദൈവം തരുന്നത്. ആസ് എ റൈറ്റർ ഒരു ആക്ടറെ അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ മധുസാറേ, അതായത് ഈ ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം, ഒരു സാഹിത്യ സൃഷ്ടിയെ സിനിമയായിട്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ, ഒരു സിനിമാവിഷ്കാരം കൊടുക്കുമ്പോൾ പലപ്പോഴും ആ സാഹിത്യ സൃഷ്ടിയുടെ തീഷ്ണതയും തീവ്രതയും സിനിമയ്ക്ക് കിട്ടാറില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. ഒരു പക്ഷേ ഒരു റൈറ്റിങ്ങിൽ കിട്ടുന്നൊരു സ്വാതന്ത്ര്യം ഒരു സിനിമയിൽ കിട്ടാറില്ല. പക്ഷേ മധുസാർ അഭിനയിച്ച പല സിനിമകളും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തകഴിയുടെ ചെമ്മീൻ എന്നുള്ള പുസ്തകത്തേക്കാൾ കൂടുതൽ എല്ലാ തലമുറയിലെയും ആൾക്കാരെ സ്പർശിച്ചത് ആ രാമു കാര്യാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം, ഒരുപക്ഷെ ആ ഒരു ദൃശ്യാവിഷ്കാരത്തെ വിജയിപ്പിച്ചത് മധുസാറിൻ്റെ തന്മയത്വമുള്ള അഭിനയം അല്ലെങ്കിൽ ആ ഒരു ചാതുര്യമായിരിക്കാം. അല്ല, അതും കൂടെ ആയിരിക്കാം. ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു അതിൻ്റെ ഹാർമോണി ബ്രേക്ക് ചെയ്യില്ല ആസ് എൻ ആക്ടർ. മധുസാർ വളരെ മോഡസ്റ്റ് ആയതുകൊണ്ട് ഇഗ്രിയെ പറയുള്ളൂ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ താങ്കളെപ്പോലുള്ള ഒരാൾ ഇത്രമാത്രം പ്രതികരിക്കുമ്പോൾ തന്നെ അത് മതി. എന്താ കാരണം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തോട് അല്ലെങ്കിൽ ആ പുസ്തകത്തോട് അല്ലെങ്കിൽ ആ രചനയോട് സാറിന് നീതി പുലർത്താൻ പറ്റിയെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുസ്തകം വായിക്കുകയും പിന്നീട് ഈ സിനിമ കാണുകയും ചെയ്യുമ്പോൾ മധുസാറിന് എന്താ തോന്നിയിട്ടുള്ളത്? എവിടെയെങ്കിലും ഒരു വിടവ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെയോ പല സ്ഥലത്തും ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇന്ന് മധുസാറിന് ഇന്നത്തെ ശരീരം പരീക്കുട്ടിക്ക് പറ്റുന്നതല്ല എങ്കിൽ പോലും ഇന്ന് പരീക്കുട്ടിയാകാൻ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ പരീക്കുട്ടിയിൽ എന്ത് മാറ്റമായിരിക്കും മധുസാർ നിർദ്ദേശിക്കുക? എന്തെങ്കിലും ഒരുപക്ഷെ ആ പരീക്കുട്ടിയിൽ ഞാൻ ഭേദഗതി വരുത്തണമെന്ന് വിചാരിച്ച ചില തലങ്ങളുണ്ടാകാം. ഇല്ല, പരീക്കുട്ടി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നില്ല. പരീക്കുട്ടി പൂർണ്ണതയുള്ള ഒരു കഥാപാത്രം. മറ്റു പല കഥാപാത്രങ്ങളിലും പലതിലും കറക്ഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ പരീക്കുട്ടിയിൽ തോന്നിയിട്ടില്ല. കറക്ഷൻ എന്നുള്ളതല്ല, എവിടെയെങ്കിലും എനിക്ക് അല്പം കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു തോന്നിയിട്ടില്ല. പരീക്കുട്ടിയിൽ അതെ, തോന്നിയിട്ടില്ല. കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും പരീക്കുട്ടിയിലുള്ള സംതൃപ്തിക്ക് ആ ഒരു കുറവില്ല. ഇപ്പം ഷീലാമ തന്നെ സംസാരിച്ചപ്പോൾ ആ പരീക്കുട്ടി ഒരുപക്ഷെ ഷീലാമയുടെ കഥാപാത്രത്തെക്കാൾ ഷീലാമ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഊന്നുന്നത് കൊച്ചുമുതലാളിയിലാണ്. എനിക്ക് മുമ്പൊരിക്കൽ ചെയ്ത മനോരമയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഷീല പറഞ്ഞു, ഞാനാണ് അവാർഡ് കൊടുത്തത്, എനിക്ക് ഈ അവാർഡ് തന്ന എൻ്റെ കൊച്ചുമുതലാളിയാണെന്ന് അറിയില്ല, വളരെ സന്തോഷമുണ്ട്, ആ കയ്യിൽ നിന്ന് തന്നെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചുമുതലാളിയോട് ഒരു പ്രത്യേക ഇതുണ്ട്. സിനിമയിൽ കൊച്ചുമുതലാളിയോട് നീതി പുലർത്താൻ പറ്റാത്തതിലുള്ള വിഷമം ഉണ്ടായിരിക്കും വേണേൽ കഥാപാത്രത്തിൽ. എന്തായാലും അതുപോലുള്ള ഒരുപാട് സിനിമകൾ മധുസാറിനെ തേടി വന്നു. പക്ഷേ എങ്കിൽ പോലും അവിടെയും മധുസാർ തൃപ്തനായില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ മധുസാറിൻ്റെ ഒരു സിനിമയുടെ ഒരു അനാട്ടമി പരിശോധിച്ചപ്പോൾ വളരെ തീവ്ര ദുഃഖം പേറുന്ന, വിരഹമുള്ള, വേദനയുള്ള ഒരു കാമുകൻ അല്ലെങ്കിൽ ദുഃഖം മാത്രം, അങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ട ഒരു കഥാപാത്രമായിട്ട് മലയാള സിനിമ ഒരിടക്കാലത്ത് മധുസാറിനെ എങ്ങനെ അങ്ങോട്ട് ബുദ്ധിമുട്ടി. ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് മധുസാർ ഭയന്നു. അല്ല, അങ്ങനെ ആ ഒരു ആദ്യം 60s ഞാൻ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാം
ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആണെന്ന് തോന്നുന്നു ഞാൻ ആ പ്രിയ എടുത്തത്. പ്രിയ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് 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 പക്ഷെ അതിനു മുമ്പ് നല്ല സിനിമകൾ തുലാഭാരം അതുകൊണ്ട് അല്ല അതെല്ലാം ഉണ്ട്. ഇതിൽ തുലാഭാരയിലെ കുറച്ചൊന്ന് ഒരു വ്യത്യാസമാണ്, വെറും ഒരു ഹീറോ അല്ല. വേണമെങ്കിൽ തുലാഭാരത്തിൽ ഒന്ന് നമുക്ക് തൊടാൻ വേണേല്. എനിക്ക് ബസാറിന് ഇപ്പോൾ അങ്ങനെ ഒരു കാമുകനായിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക്, അതാണ്. ഇതിൽ ഞാൻ സത്യത്തിൽ അത് ബ്രേക്ക് ചെയ്യായിരുന്നല്ലോ. ഞാൻ ആ ഇത് രാധാകൃഷ്ണൻ്റെ തേവടിശ് എന്നുള്ള നോവലാണ്. തേവടിശ് എന്നുള്ള നോവലാണ് പ്രിയയായിട്ട് പ്രിയ. അപ്പോൾ കാര്യം രാമു കാര്യമായിട്ട് ഇതാണ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചത്. അയ്യോ നിങ്ങളൊരുമാതിരി ഇപ്പം ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആൾ ഇത് അഭിനയിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഇമേജ് അങ്ങ് പോകും. ഒരു നെഗറ്റീവ് റോളിലേക്ക് വരുവാണ്. നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് റോളല്ലേ. ഞാൻ പറഞ്ഞു സാർ അതാണ് സാറിന് വിളിക്കാറില്ല, അതാണ് ഒരു വാശിയായിരുന്നു. കാരണം വാശിയല്ല, ജസ്റ്റ് ഐ വോണ്ടഡ് ടു ഷോ ഐ കൻ ആക്ട്. ഒരു ടൈപ്പ് റോഡ് അല്ലാതെ. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു നായക പരിവേഷമുള്ള ഒരു സ്റ്റാറിൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. ഇന്നൊക്കെയാണുള്ള സ്റ്റാർ എന്നൊക്കെ പറയാം, അന്ന് പിന്നെ സ്റ്റാർ ഒന്നും പറയില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും ഒരു നക്ഷത്ര തിളക്കത്തോടെ നിൽക്കുന്ന ഒരു മുൻനിര അഭിനേതാവ് സ്വയം, വേറെ ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വയം അടിച്ചേൽപ്പിക്കുകയാണ് ഒരു നെഗറ്റീവ് റോള്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും മധുസാറിന് ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അതാണ് രാമകാരിയായിട്ട് പോലും പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ താങ്കൾ പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റി. അല്ല, എനിക്കത് ഇപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണല്ലോ, ഈ ബ്രേക്കിംഗ് ദി ഇമേജ് എന്നുള്ളതായിരുന്നു ഉദ്ദേശം. സത്യത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. ഈ വയസ്സുകാലത്ത് ഇപ്പോഴും അഭിനയിക്കാൻ ആളുകൾ എന്നെ വിളിക്കാൻ കാരണം അന്ന് ഇത് കാണിച്ചിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ്. ഈ മരം ചുറ്റി ഓടാനും ഡാൻസ് ചെയ്യാനും സ്റ്റണ്ട് ചെയ്യാനും അല്ലാതെ ദിസ് ഫെലോ ക്യാൻ ആക്ട് എന്ന് കാണിച്ച പടങ്ങളാണ് ഞാൻ എടുത്ത പടങ്ങളല്ല, സ്വന്തമായിട്ട് എടുത്ത പടങ്ങളല്ല. സ്വന്തമായി സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു. അതെ അതെ, മിക്കവാറും എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ മറ്റേ ഈ മരഞ്ചുറ്റി ഹീറോ ആയിട്ട് അല്ല, സ്റ്റണ്ടുകാരനായിട്ടോ ഡാൻസുകാരനായിട്ടോ അല്ല, നമ്മുടെ സിനിമ ഹീറോ ആയിട്ടല്ല, ഒരു ആക്ടറായിട്ട്. പക്ഷേ പ്രിയ വിജയിച്ചു, ഒരു സിനിമ വിജയിച്ചു. അതിൽ താങ്കൾ വിചാരിച്ചിരുന്നത് ശാരദയെ കൊണ്ടുവരാം, പക്ഷേ ശാരദ വന്നില്ലെങ്കിൽ പോലും താങ്കൾ ആ സിനിമയെ വിജയിപ്പിച്ചു. ആ നെഗറ്റീവ് ക്യാരക്ടർ ഒരുപക്ഷെ പിന്നീട് മധുസാർ എന്നുള്ള അഭിനേതാവിന് ഒരുപാട് ഊർജം പ്രദാനം ചെയ്തു. ഒരുപാട് ഊർജം പ്രദാനം ചെയ്തു. അഭിനയിക്കാൻ സ്കോപ്പുള്ള ഏതും അഭിനയിക്കാനുള്ളൊരു മാനസിക ബലം കിട്ടി.